നമസ്കാരം. അങ്ങനെ ODI പരമ്പരയും ഇന്ത്യ തൂത്തുവാരി. അങ്ങനെ ODI പരമ്പരയും ഇന്ത്യ തൂത്തുവാരിയിരിക്കുന്നു. നമ്മുടെ മാടൻ ലോകത്തിന്റെ തിരിച്ചുവരവ്, അത്യുജ്വലമായ തിരിച്ചുവരവ്. സത്യം പറഞ്ഞാൽ ഏതാണ്ട് 30 കളി ഇന്നിങ്സോളമായി ഒരു സെഞ്ചുറി അടിച്ചിട്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഇത് ഈ കളിയിലെങ്കിലും തിരിച്ചു വരണമേ എന്നാണ് എൻ്റെ ആഗ്രഹം വന്നത്. പക്ഷെ തിരിച്ചു വന്നു. വരവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നൊന്നര വരവായിരുന്നു. 119 റൺസാണ് അടിച്ചു കൂട്ടിയത്. കളി അടിച്ചു കൂട്ടിയ 119 റൺസ് വെറും ഈ 90 ബോളുകൾ നേരിട്ടുകൊണ്ട് 7 സിക്സ്, പഴയ സിക്സ്. പക്ഷെ ഹുക്ക് ചെയ്തുള്ള സിക്സ് ഈ വട്ടം കണ്ണൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. ബാക്കി എല്ലാം സ്ട്രേറ്റ് ആയിക്കോട്ടെ, ഓൺ സൈഡിലായിക്കോട്ടെ, ഓഫ് സൈഡിലായിക്കോട്ടെ, 7 ഫോറുകളും 7 സിക്സുകളും 12 ഫോറുകളും അടിച്ച് മാടൻ രോഹിത് തിരിച്ചു വന്നു. തിരിച്ചു വരിക എന്ന് മാത്രമല്ല, ഗില്ലുമായി ചേർന്നുകൊണ്ടെടുത്ത 136 റൺസിന്റെ പാർട്ണർഷിപ്പ്. ഈ പാർട്ണർഷിപ്പാണ് ഇന്ത്യക്ക് നെടുന്തൂടായത്. ഈ പറയുന്ന അക്ഷരാർത്ഥത്തിൽ ഇംഗ്ലണ്ടിനെ ഒന്നുമല്ലാതാക്കി തീർത്തു. T20യിൽ 4-1 തോറ്റു. അടുത്ത ഒണ്ടയിൽ 3 കളികളുള്ള ഒണ്ടയിൽ 2-0 തോറ്റു. ഇന്ത്യക്ക് പരമ്പര സ്വന്തം. രോഹിത് ശർമ്മ മാൻ ഓഫ് ദി മാച്ച് അളിയൻ തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ വീണ്ടും നമ്മുടെ വിരാട് കോഹ്ലി വീണ്ടും 5 റൺസ് എടുത്ത് പോയി. മോശം. നീയും കൂടി തിരിച്ചു. കാരണം ചാമ്പ്യൻസ് ട്രോഫി ജയിക്കണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും നിർണായകമാണ്. അപ്പോൾ നമുക്ക് ബ്രീഫായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇംഗ്ലണ്ട് ടോസ് നേടി ഫസ്റ്റ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വീണ്ടും 304 റൺസ് അടിച്ചു. 49.5 ബോളുകൾ നേടുമ്പോൾ എല്ലാവരും ആൾ ഔട്ടായിരിക്കും. ലാസ്റ്റ് 3 റൺഔട്ട് പട്ട ലാസ്റ്റ് ഓവറിൽ 3 റൺഔട്ടുകൾ നേരിട്ടുകൊണ്ട് 304 റൺസ് അടിച്ചു. അവർക്കൊരു വിജയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ഇന്ത്യയിലെ 2 വിക്കറ്റൊക്കെ തള്ളിയിട്ട് ഞാനും വിചാരിച്ചു ഫസ്റ്റ് രോഹിത് ശർമ്മ സ്ഥിരം പോകുമ്പോൾ ലോകത്തും കോഹ്ലി ടപ്പേനെ പോവുകയാണെങ്കിൽ വീണ്ടും ഇന്ത്യ ടൈറ്റ് ആകും. എങ്കിലും പക്ഷെ ഇന്ത്യക്ക് ജയിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് കരുതി അവരുടെ സ്കോർ കാർഡ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ഇംഗ്ലണ്ടിന്റെ സ്കോർ കാർഡില് ഒരു മിനിറ്റ് സാൾട്ട് കഴിഞ്ഞ കളിയെ പോലെ അല്ല. ഈ കളി ഒരു പതുക്കെ തുടങ്ങി 26 റൺസേ അടിക്കാൻ പറ്റുകയുള്ളൂ. ഔട്ടായി പോയി. ഡക്കറ്റ് 65 റൺസ് അടിച്ചു കേട്ടോ. 56 ബോളിൽ നിന്ന് 65 റൺസ്. 6 ഒന്നും അടിക്കാൻ പറ്റില്ല, പക്ഷെ 10 4 അടിച്ചു. പിന്നെ ജോ റൂട്ട് ഈ കളി നല്ല രീതിയിൽ കളിച്ചു. 69 റൺസ് അടിച്ചു. 72 ബോളുകൾ നേരിട്ടുകൊണ്ട് 6 ഫോറുകൾ അടിച്ചു. ഹാരി ബ്രൂക്കും 31 റൺസ് അടിച്ചു. ജോസ് ബട്ട്ലർ 34 റൺസ് അടിച്ചു. ലിവിങ്സ്റ്റൺ അവസാനം വന്ന് കുറച്ച് അടിയൊക്കെ അടിച്ചു. 32 റൺസ് അടിച്ചു. 2 സിക്സ് ഒക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്ത്. പിന്നെ വേറെ ആരും അങ്ങനെ പറയില്ല. ആദിൽ റഷീദ് എല്ലാ കളി T20 ആവട്ടെ ഒണ്ടായിട്ട് എല്ലാ കളിയും 2-1 4 ചുമ്മാ അടിക്കുന്നുണ്ട്. ഹാട്രിക് 4 അടിക്കുന്നുണ്ട് ഷമീനെ. എന്താ ഷമി അവരുടെ ഫസ്റ്റ് വിക്കറ്റ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് 81 റൺസ് വരെ അടിച്ചു കേട്ടോ. 81-ലായപ്പോഴാണ് അവർ ആദ്യത്തെ വിക്കറ്റ് പോയത്. പിന്നീട് നമ്മുടെ ബൗളിംഗ് നിര നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഷമി 1 വിക്കറ്റ് നല്ല അടി വാങ്ങിച്ചു. ഏതാണ്ട് 9 റൺസ് അടുപ്പിച്ച് വാങ്ങിച്ചിട്ട് 66 റൺസ് വിട്ടുകൊടുത്തു. 7.5 ഓവറേ എറിഞ്ഞിട്ടുള്ളൂ. ഹർഷിത് റാണയും വലിയ രീതിയിൽ അടി വാങ്ങിച്ചില്ലെങ്കിലും 1 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. 62 റൺസ് കൊടുത്തു. പാണ്ഡ്യയ്ക്ക് 1 വിക്കറ്റ്. വരുൺ ചക്രവർത്തിയുടെ ഡെബ്യൂ ആയിരുന്നു. 54 റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് 1 വിക്കറ്റ് എടുത്തു. മോശമില്ലാത്ത ഏറിയ, കാരണം ആ പിച്ച് ബാറ്റിങ്ങിന് അനുകൂലമായിരുന്നു. ഇന്ത്യയുടെ ഫസ്റ്റ് ബാറ്റിംഗ് അടിച്ചെങ്കിൽ ആടിച്ച് തൂറിച്ചല്ല. റൺ എന്ന് പറയുന്നത് ആ ലെവലിൽ പോയേനെ ഇന്ത്യയുടെ ഫസ്റ്റ് ബാറ്റിംഗ് ആയിരുന്നു എങ്കിൽ. അപ്പോ ജഡേജ വീണ്ടും 3 വിക്കറ്റ്, നിർണായക 3 വിക്കറ്റ് ജഡേജ തള്ളിയിട്ടു. അക്ഷർ പട്ടേൽ 6 ഓവർ എറിഞ്ഞെങ്കിലും വിക്കറ്റ് ഒന്നും വീണില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോ ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, രോഹിത് ശർമ്മ അങ്ങനെ 30 ഇന്നിംഗ്സിന് ശേഷം തന്റെ 32ാമത്തെ സെഞ്ചുറി തികച്ചു. വലിയ ആഘാത പ്രകടനങ്ങളൊന്നുമില്ലായിരുന്നു. ബാറ്റ് പതുക്കെ എടുത്തതിനെ പൊക്കിയുള്ളൂ. എല്ലാവർക്കും കണ്ടടാ ഞാൻ എന്റെ ചത്തില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു അത്. അങ്ങനെ തന്നെ ആവട്ടെ. അടുത്ത കളിയും കളിച്ചുകൊണ്ട് നമുക്ക് ഇനി അടുത്ത നമ്മുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ ജയിക്കുക എന്നുള്ളതാണ് അല്ലെ. ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അതിന് നിർണായകമായ ഓപ്പണിംഗ് ജോഡിയായ രോഹിത് ശർമ്മയുടെ ഫോം വളരെ നിർണായകമാണ്. കാരണം ഫസ്റ്റ് രോഹിത് ശർമ്മ ഉണ്ടാക്കിയിരുന്ന തുടക്കം വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതുപോലെ തന്നെ അതിന് മുന്നോടിയായിട്ട് ഇത് കഴിഞ്ഞ അടുത്ത ചാമ്പ്യൻസ് ട്രോഫിയാണ്. അതിന് മുന്നോടിയായിട്ട് രോഹിത് ശർമ്മ ഫോമിലേക്ക് തിരിച്ചു വരുന്നു. വളരെ നല്ല കാര്യം. ഇന്ന് ഗില്ല് പിന്നീട് ശുഭം ഗില്ല് 2 കളി കൊണ്ട്, കഴിഞ്ഞ കളി ഏതാണ്ട് 86-87 റൺസ് അടിച്ച് സെഞ്ചുറി നഷ്ടമായി. ഈ കളിയിലും സൂപ്പറായിട്ട് കളിച്ചു ഗില്ലും. ഒണ്ടയിൽ ഞാൻ തന്നെയാണ് പ്രിൻസ് എന്ന് ഗില്ല് വീണ്ടും തെളിയിക്കുകയാണ്. 60 റൺസ് അടിച്ച്. വിരാട് കോഹ്ലി
വീണ്ടും ഫോം ഔട്ട് ആയിട്ട് വെറും 5 റൺസ് അടിച്ചോളൂ. വിരാട് കോഹ്ലി അടിച്ച് പോയി. കഴിഞ്ഞ വട്ടം വിരാട് കോഹ്ലിക്ക് പകരമാണ് ജയ്സ്വാൾ ഇറങ്ങിയത്. ഈ പ്രാവശ്യം വിരാട് കോഹ്ലി ഉള്ളത് കൊണ്ട് ജയ്സ്വാൾ കരയിൽ ഇരിക്കേണ്ടതായിട്ട് വന്നു. ശ്രേയസ് അയ്യർ വീണ്ടും വന്ന് തട്ടുപൊളപ്പൻ കളി കളിച്ചിട്ടുണ്ട്. ശ്രേയസ് അയ്യർ എന്ത് പറ്റിയെന്നറിയില്ല, വീണ്ടും വന്ന് ഒരു 6, 3, 4 ഒക്കെ അടിച്ചുകൊണ്ട് ഒരു T20 സ്റ്റൈലിലാണ് ഈ പറഞ്ഞ ശ്രേയസ് അയ്യർ കഴിച്ച്. പക്ഷെ എന്ത് ചെയ്യാം, ഒരു ആവശ്യമില്ലാത്ത റണ്ണിനോടി റൺഔട്ട് ആയി എന്നുള്ളതാണ്. എനിക്ക് എപ്പോഴും, ഞാൻ ഇന്നലത്തെ കഴിഞ്ഞ റിവ്യൂല് വരെ പറഞ്ഞു, എനിക്ക് എപ്പോഴും ഞാൻ ഇപ്പൊ 100 അടിച്ചിരിക്കുന്ന അക്ഷർ പട്ടേലിന്റെ ബാറ്റിംഗ് ആണ് കേട്ടോ. കഴിഞ്ഞ കളി 50K പ്ലസ് അടിച്ചു. ഈ വർഷവും അവന് ബാറ്റിംഗ് ഓർഡറിൽ ഒരു പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട്. അത് അവന് കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നത്, കൃത്യമായിട്ട് ഒരു 100% തികഞ്ഞ ഒരു ബാറ്റ്സ്മാനെ പോലെയാണ് അവൻ കളിക്കുന്നത് കേട്ടോ. ഈ വട്ടവും നോട്ട് ഔട്ട് 41 റൺസ് അടിച്ച് നോട്ട് ഔട്ട്. KL രാഹുല്, എന്താ രാഹുലെ, കഴിഞ്ഞ കളി ഇതുപോലെ തന്നെയായിരുന്നു. ഈ കളിയും നീ അടിച്ച് ജയിപ്പിക്കണമായിരുന്നു. പക്ഷേ എന്ത് ചെയ്തു, KL രാഹുൽ 10 റൺസ് പോയി. ഹാർദിക് പാണ്ഡ്യ എപ്പോഴുമുള്ള ആക്രമണം ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഒരു പിന്നെ എന്താണ് എഡ്ജ് ഫോറൊക്കെ പോയി. വീണ്ടും എപ്പോഴും ഈ പറഞ്ഞതുപോലെ എന്താണ് ഭാഗ്യം തുണച്ചില്ല. 10 റൺസ് അടിച്ചു, അവനും പോയി. പിന്നെ ജഡേജ വന്ന് 2 ഫോറൊക്കെ അടിച്ചു, ഇന്ത്യയെ കളി ജയിപ്പിച്ചു. അങ്ങനെ സത്യം പറഞ്ഞാൽ 44.3 ഓവർ, ഏതാണ്ട് 5 ഓവറിൽ പിന്നെ 33 ബോളുകൾ ലെഫ്റ്റ് ആണ്. 33 ബോളുകൾ മിച്ചം ഇരിക്കുമ്പോൾ തന്നെ ഇന്ത്യ ആധികാരികമായിട്ട് രാജകീയമായിട്ട് ഇന്ത്യ ജയിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഒരേ ഒരു കയ്യടി കൂടി. അപ്പൊ T20 4-1 തോറ്റു. വൺഡേയില് 2-0 ആണ് ഇപ്പോ. അടുത്ത കളിയും കൂടെ ആകുമ്പോൾ 3-0 ആവും എന്നുള്ളതാണ്. ഇന്നത്തെ രോഹിത് ശർമ്മയുടെ അടിയെന്ന് വെച്ച് കഴിഞ്ഞാലേ, ആ നിന്നുകൊണ്ടൊക്കെ അടിച്ച അടി കണ്ടോ, നിന്നുകൊണ്ട് ഒരു രോഹിത് ശർമ്മയുടെ ഫസ്റ്റ് 4 കണ്ട, ഫസ്റ്റ് 4 എഡ്ജടിച്ച് പോയതാണ്. അതല്ലാതെ ഒരൊറ്റ ബോള് പോലും അവന്റെ ബാറ്റിംഗ് എല്ലാം മിഡിലിൽ തന്നെ അവൻ കളിച്ചുകൊണ്ടിരുന്നു. എല്ലാം മിഡിലിൽ. പിന്നെ ഫുൾ ഷോട്ട് അടിക്കുന്നേക്ക് ഒന്ന് താത്തടിച്ചു, പൊക്കി അടിച്ചില്ല. അത് നമ്മൾ ശ്രദ്ധിച്ചു. അല്ലെങ്കിൽ നമ്മള് രോഹിത് ശർമ്മ ഒരു 50 ഒക്കെ അടിക്കുന്ന ഒരു 3 ഫുൾ ഷോട്ട് അടിച്ച് 6 അടിക്കുന്നതൊക്കെ കാണാനുള്ള. പക്ഷെ ഇതില് ആ ഒരു സാധനം ഇല്ലായിരുന്നു. മനസ്സിലായോ? ഇനി അവരുടെ ബൗളിംഗ് നിര നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബൗളിംഗില് എല്ലാവർക്കും ഓടിച്ചിട്ട് അടി കിട്ടിയടേ, ആരെയും കിട്ടില്ല. അക്കിൻസണ് 1 വിക്കറ്റ്, ആദിൽ റഷീദിന് 1 വിക്കറ്റ്, ജെ ഓവർട്ടണിന് 2 വിക്കറ്റ്, പിന്നെ ലിവിങ്സ്റ്റണ് 1 വിക്കറ്റ്. ലിവിങ്സ്റ്റണ് 34 റൺസ് അടിക്കുകയും ചെയ്തു. എന്ത് ചെയ്തു, 1 വിക്കറ്റും തള്ളിയിട്ട്. ജോ റൂട്ടൊക്കെ എറിഞ്ഞു, പക്ഷേ വിക്കറ്റുകളൊന്നും കിട്ടിയില്ല. അപ്പോ ഇതാണ് ഇന്നത്തെ മുഹമ്മദ് ഷമി. പക്ഷെ നിറം മങ്ങിപ്പോ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇനി തിരിച്ചു വരാനുള്ള ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുംറ എന്ന് പറഞ്ഞ ബൗളർ കിടിലമായിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഹോപ്പ് ഉണ്ട് ചാമ്പ്യൻസ് ട്രോഫി ജയിക്കാൻ വേണ്ടിയിട്ട്. കാരണം ബുംറ ഏത് കളി ആയിക്കോട്ടെ, T20 ആയിക്കോട്ടെ, ഈ പറയുന്ന വൺഡേ ആയിക്കോട്ടെ, ടെസ്റ്റ് ആയിക്കോട്ടെ, ബുംറ ഇല്ലെങ്കിൽ നമുക്ക് ഇത്തിരി പാടി ചെയ്യുന്നുണ്ട്. ബുംറ എന്ന് പറഞ്ഞാൽ ആ ഒരു ഘടകത്തിന് അവനെ മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് അവനൊരു പകരക്കാരൻ നിലവിൽ ഇന്ത്യയിൽ ഇല്ല. ഇനി ഈ ഇടയ്ക്കൊന്നും വരത്തുമില്ല. അതെന്ന് പറഞ്ഞാൽ ഈ പിന്നെ അവസാന ഓവറുകളിലൊക്കെ എറിയാൻ ബുംറയെ പോയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബുംറയുടെ പരിക്കൊക്കെ മാറി തിരിച്ചു വരികയാണെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ കിടിലമായിട്ടുള്ള പെർഫോമൻസ് ചെയ്യുകയും ഇന്ത്യ തന്നെ കപ്പടിച്ച് കൊണ്ടുവരികയും ചെയ്തിരിക്കുന്ന 20-ാം തീയതി ബംഗ്ലാദേശുമായിട്ടുള്ള കളിയാണെന്ന് തോന്നുന്നു, ഫസ്റ്റ് കളി അല്ലേ. അപ്പോ അടുത്ത ഇനി എന്തായാലും ചാമ്പ്യൻസ് ട്രോഫിയാണ്. ഇനിയിപ്പോ ഒരു വൺഡേയും കൂടി ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സമയം ഉണ്ടായിരുന്നു കാണാനുള്ള സമയമില്ല കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മറ്റേതിലൊന്നും ഒരു വീഡിയോ ഒന്നും നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞാൻ പെട്ടിരിക്കുകയാണ്. T20 ആണെങ്കിൽ ടപ്പേൻ ഇടായിരുന്നു. ഇതിപ്പം രാവിലെ ഉച്ചയ്ക്ക് തുടങ്ങി ഇപ്പോഴാണ് തീരുന്നത്. വേറെ എനിക്ക് ഒരു വീഡിയോ മറ്റേ ഇടാൻ പറ്റിയില്ല. നോക്കട്ടെ, നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.